നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2023 നടന്ന പ്രധാനപ്പെട്ട കുറച്ച് ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് 2023 നോക്കുന്നത്. പുരുഷ ലോകകപ്പാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരം ഇന്ത്യ. പൂർണ്ണമായും ഇന്ത്യ വേദിയായ ആദ്യ ലോകകപ്പായിരുന്നു 2023. 2023 ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ബ്ലേസും ടോങ്കുമാണ്. ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരമായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ട്രോഫി പര്യടനം ആരംഭിച്ച അന്തരീക്ഷ പാളി ഏതാണ്? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. ഔദ്യോഗിക ഗാനമേത്? ഉത്തരം ദിൽ ജഷിൻ ബോലെ. 2023 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ആകെ മത്സരങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 48. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 10. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വിജയികളായത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയുടെ 6ാമത് ലോകകപ്പ് കിരീട നേട്ടമാണിത്. ഫൈനലിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ്? ഉത്തരം ഇന്ത്യ. ഓസ്ട്രേലിയൻ ടീമിൻ്റെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആയിരുന്നു. ഇന്ത്യ ഇത് 4ാം തവണയാണ് ഫൈനലിൽ എത്തുന്നത്. ആകെ 2 തവണ ഇന്ത്യ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. 1983 കപിൽ ദേവിൻ്റെ ക്യാപ്റ്റൻസിയിലും 2011 ധോണിയുടെ ക്യാപ്റ്റൻസിയിലുമാണ് ഇന്ത്യ കിരീടം നേടിയിട്ടുള്ളത്. 2023 ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ചത് ആരായിരുന്നു? ഉത്തരം രോഹിത് ശർമ്മ. ഫൈനലിൽ ഇന്ത്യക്കെതിരെ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരത്തിൻ്റെ പേരാണ് ട്രാവിസ് ഹെഡ്. ഏകദിന ലോകകപ്പ് ഫൈനലിലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് ട്രാവിസ് ഹെഡ്. ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വിരാട് കോഹ്ലിയാണ്. 765 റൺസാണ് വിരാട് കോഹ്ലി നേടിയത്. ഫൈനലിലെ താരമായിട്ട് മാൻ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുത്തത് ട്രാവിസ് ഹെഡിനെയായിരുന്നു. ടൂർണമെൻറ്റിൽ കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം മുഹമ്മദ് ഷമിയായിരുന്നു. ഫൈനലിന് വേദിയായ സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫൈനലിന് മുന്നോടിയായുള്ള ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ട് നടന്നത് എവിടെയാണ്? ഉത്തരം അദാലജ് സ്റ്റെപ്വെൽ, ഗുജറാത്ത്. ഏകദിന ലോകകപ്പിലെ ആദ്യ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആരായിരുന്നു? ഉത്തരം ഉസാമ മിർ. ഇദ്ദേഹം പാകിസ്ഥാൻ താരമാണ്. ഏകദിന ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ടൈംഡ് ഔട്ടായ ആദ്യ താരമാണ് ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ്. ക്രിക്കറ്റ് ലോകകപ്പ് ചരിത്രത്തിലെ അതിവേഗ സെഞ്ചുറി നേടിയ താരം ഗ്ലെൻ മാക്സ്വെൽ ആണ്. ഇദ്ദേഹം ഓസ്ട്രേലിയൻ താരമാണ്. നെതർലാൻഡ്സിനെതിരെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇന്ത്യക്കായി ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത റൺസ് നേടിയിട്ടുള്ള താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ്. സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡാണ് ഇദ്ദേഹം മറികടന്നത്. 2027 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി നമീബിയ, സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ 2023 നടന്ന വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ വേദി എവിടെയായിരുന്നു? ഉത്തരം ദക്ഷിണാഫ്രിക്ക. വിജയികളായത് ഓസ്ട്രേലിയയാണ്. 6ാം തവണയാണ് ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്നത്. ഫൈനലിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. ഓസ്ട്രേലിയൻ ടീമിനെ നയിച്ചത് ആരാണ്? ഉത്തരം മെഗ് ലാനിങ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര കിരീടങ്ങൾ നേടിയിട്ടുള്ള താരമാര്? ഉത്തരം മെഗ് ലാനിങ് ആണ്. ഫൈനലിലെ താരമാരായിരുന്നു? ഉത്തരം ബെത്ത് മോണി. ടൂർണമെൻറ്റിലെ താരം ആഷ്ലി ഗാർഡിനർ. അടുത്തതായിട്ട് നമ്മൾ 2023 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ് നോക്കുന്നത്. വേദി
ഇംഗ്ലണ്ടായിരുന്നു. വിജയികൾ ഓസ്ട്രേലിയ. ഫൈനലിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയാണ്? ഉത്തരം ഇന്ത്യ. ഫൈനലിലെ താരം ട്രാവിസ് ഹെഡാണ്. ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമാണ് ട്രാവിസ് ഹെഡ്. ഫൈനലിന് വേദിയായ സ്റ്റേഡിയം ഓവൽ. ICCയുടെ എല്ലാ ഫോർമാറ്റിലും കിരീടം സ്വന്തമാക്കുന്ന ആദ്യ ടീമായി മാറിയത് ഓസ്ട്രേലിയ. അടുത്തതായിട്ട് 2024 നടന്ന ICC അണ്ടർ-19 പുരുഷ ഏകദിന ലോകകപ്പാണ് നമ്മൾ നോക്കുന്നത്. വേദി ദക്ഷിണാഫ്രിക്ക. വിജയികൾ ഓസ്ട്രേലിയ. ഫൈനലിൽ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ ഉദയ് സെഹ്റാനാണ്. ടൂർണമെൻറ്റിൽ കൂടുതൽ റൺസ് നേടിയ താരവും ഉദയ് സെഹ്റാൻ തന്നെയാണ്. അടുത്തതായിട്ട് 2023 നടന്ന പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൻ്റെ ഫാക്ട്സ് ആണ് നോക്കുന്നത്. അപ്പോൾ വേദി ദക്ഷിണാഫ്രിക്കയായിരുന്നു. പ്രഥമ അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് വിജയികൾ ഇന്ത്യ. ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെയാണ്. ഇന്ത്യൻ ടീമിനെ നയിച്ചതാര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഷെഫാലി വർമ്മയാണ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് 2023 അടുത്തതായി നമ്മൾ നോക്കുന്നത്. വേദി പാകിസ്ഥാനും ശ്രീലങ്കയുമായിരുന്നു. ജേതാക്കൾ ഇന്ത്യ. ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ശ്രീലങ്കയാണ്. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയ താരം ശ്രീലങ്കയാണ്. 50 റൺസാണ് ശ്രീലങ്ക നേടിയത്. ഫൈനലിൽ ഇന്ത്യക്കെതിരെയാണ് ശ്രീലങ്ക 50 റൺസിന് പുറത്തായത്. ടൂർണമെൻറ്റിലെ കൂടുതൽ റൺസ് നേടിയ താരം ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ശുഭ്മൻ ഗില്ലാണ്. ഫൈനലിലെ താരം മുഹമ്മദ് സിറാജും ടൂർണമെൻറ്റിലെ താരം കുൽദീപ് യാദവുമാണ്. അടുത്തതായിട്ട് 2024 നടന്ന ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗാണ് നോക്കുന്നത്. അപ്പോൾ ജേതാക്കളായത് ബാംഗ്ലൂറാണ്. 2023 ജേതാക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം മുംബൈ ഇന്ത്യൻസ് ആണ്. ടൂർണമെൻറ്റിൽ പങ്കെടുത്ത മലയാളി വനിതകളാണ് മിന്നു മണി, ആശാ ശോഭന, S സജിന എന്നിവർ. 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ജേതാക്കളായ ക്ലബ്ബ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. റണ്ണേഴ്സപ്പ് ആയത് ഗുജറാത്ത് ടൈറ്റൻസും. കൂടുതൽ റൺസ് നേട്ടത്തിനുള്ള ഓറഞ്ച് ക്യാപ്പ് നേടിയ താരം ശുഭ്മൻ ഗില്ലാണ്. കൂടുതൽ വിക്കറ്റിനുള്ള പർപ്പിൾ ക്യാപ്പ് നേട്ടം കൈവരിച്ചത് മുഹമ്മദ് ഷമിയാണ്. 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് യശസ്വി ജയ്സ്വാൾ ആണ്. അടുത്തതായി 2023 ഇന്ത്യയിൽ നടന്ന ചില പ്രാദേശിക ടൂർണമെൻറ്റുകളും അതിൻ്റെ വിജയികളും ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായത് മുംബൈയാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കിരീടം സ്വന്തമാക്കിയത് പഞ്ചാബും. വിജയ് ഹസാരെ ട്രോഫി സ്വന്തമാക്കിയത് ഹരിയാനയുമാണ്. അപ്പോൾ കൂട്ടുകാരെ 2023 നടന്ന ആനുകാലിക സംഭവങ്ങൾ നമ്മൾ ടോപ്പിക് വൈസായി പഠിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി കുറച്ചധികം വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു പഠിച്ചാൽ തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സിൽ നിന്നും മുഴുവൻ മാർക്കും നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനലിലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.